ഇത്തവണത്തെ യാത്ര സിംഗപ്പൂരിലേക്കാണ്. കേരള സംസ്ഥാനത്തിനേക്കാളും ചെറുതാണ് സിംഗപ്പൂർ എന്ന രാജ്യം. പ്രധാന ദ്വീപും 63 ഉപദ്വീപുകളും ചേർന്ന ഒരു ഹൈലി ഡെവലപ്ഡ് കൺട്രിയാണ് സിംഗപ്പൂർ. ചൈനീസ് വംശജരും ഇന്ത്യൻ വംശജരും തദ്ദേശീയരായ മലയ് വംശജരേക്കാൾ കൂടുതലുള്ള രാജ്യം. ആദ്യമായി എങ്ങനെയാണ് ഞങ്ങൾ പാക്കേജ് ഇല്ലാതെ തനിയെ ടൂർ പ്ലാൻ ചെയ്തത് എന്ന് പറയാം. തിരുവനന്തപുരത്ത് നിന്നും സ്കൂട്ട് എന്ന ലോ കോസ്റ്റ് എയർലൈൻസിനും കൊച്ചിയിൽ നിന്ന് സിംഗപ്പൂർ എയർലൈൻസിനും ഡയറക്റ്റ് ഫ്ലൈറ്റ് സിംഗപ്പൂരിനുണ്ട്. ഞാൻ ബുക്ക് ചെയ്തത് സ്കൂട്ടിൻ്റെ സൈറ്റ് വഴിയാണ്. 7500 ഇന്ത്യൻ രൂപയ്ക്ക് സ്കൂട്ടിൽ നിന്നും ഒരു വയസ്സത്തേക്കുള്ള ടിക്കറ്റ് കിട്ടും. പക്ഷേ അതിൽ 10 കിലോ ക്യാബിൻ ബാഗേജ് മാത്രമേ സൗജന്യം ഉണ്ടാവുകയുള്ളൂ. ചെക്ക്ഡ് ബാഗേജ്, ഫുഡ് അങ്ങനെ മറ്റെല്ലാത്തിനും കാശ് നൽകണം. ഏറ്റവും കുറവ് ലെഗ് റൂം ആയതിനാൽ കാൽമുട്ട് മുൻപിലെ സീറ്റിൽ മുട്ടുന്ന അവസ്ഥയിലായിരിക്കും. ഇന്ത്യക്കാർക്ക് ഈ വിസ മതി. 10 ദിവസത്തിനകം കിട്ടും. പക്ഷേ അത് ഏതെങ്കിലും ഏജൻസി മുഖേന എടുക്കേണ്ടി വരും. ഞാനത് 5500 രൂപ നൽകി ഏജൻസി മുഖേന എടുത്തു. 2000 രൂപയ്ക്കെടുത്ത് ഷെയർഡ് റൂമുകളും ബാത്റൂമുകളുമുള്ള ഹോസ്റ്റലുകൾ തൊട്ട് ഒരാൾക്ക് കിടക്കാൻ മാത്രം സ്ഥലമുള്ള ക്യാപ്സൂൾ ബോർഡുകൾ വരെ ലഭ്യമാണ്. 9000 അടുത്ത് മികച്ച സൗകര്യങ്ങളോട് കൂടിയ 4 സ്റ്റാർ ഹോട്ടലുകളിൽ ലഭ്യമാണ്. ഗൂഗിളിൽ സെർച്ച് ചെയ്ത് നോക്കി അതാത് ഹോട്ടൽ ബുക്കിംഗ് ആപ്പ് വഴി ബുക്ക് ചെയ്യാവുന്നതാണ്. ഹോട്ടലുകളിൽ ഫ്രീ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടെന്ന് ഉറപ്പുവരുത്തുക. അല്ലാത്ത പക്ഷം രാവിലെ തന്നെ ഹോട്ടലുകൾ തപ്പി പോകേണ്ട അവസ്ഥ വരും. യാത്രയ്ക്കായി ഗൂഗിൾ മാപ്പിൽ ഒരു ലൊക്കേഷൻ അടിച്ചു കൊടുത്താൽ അവിടുത്തെ ബസ് നമ്പർ അല്ലെങ്കിൽ മെട്രോ ആയ MRTയിൽ എവിടൊക്കെ ഇറങ്ങി കയറണം എന്ന് വ്യക്തമായി അറിയാൻ പറ്റും. ടാക്സി ബുക്ക് ചെയ്യണമെങ്കിൽ ഗ്രാബ് എന്ന ആപ്പ് ഡൗൺലോഡ് ചെയ്താൽ മതിയാവും. നമ്മുടെ വോഡാഫോൺ ഐഡിയയ്ക്ക് അവിടെയുള്ള ഒരു മൊബൈൽ കമ്പനിയുമായി ടൈപ്പ് ഉള്ളതിനാൽ ഡേറ്റ കൂടുതലുള്ള റോമിംഗ് പാക്കേജ് എടുത്താൽ എല്ലാത്തിനും സൗകര്യമാണ്. ഹോട്ടലുകൾ, പ്രധാന സ്ഥലങ്ങൾ എന്നിവിടങ്ങളിൽ ഫ്രീ വൈഫൈ ഉണ്ടാവുമെങ്കിലും ആ ഒരു പരിധിക്ക് പുറത്ത് നെറ്റ് കണക്ടിവിറ്റി ഉണ്ടാവുകയില്ല. ചെറിയ രാജ്യമായതിനാലും വീതിയേറിയതും നിലവാരമുള്ളതുമായ റോഡുകളായതിനാലും എവിടെ കാഴ്ചകൾ കാണാൻ പോയാലും ടാക്സിയിൽ 1/4 മണിക്കൂറിനുള്ളിൽ തിരികെ ഹോട്ടലിലെത്താൻ സാധിക്കും. ലൈൻ ട്രാഫിക് പാലിച്ചും റോഡ് ക്രോസ് ചെയ്യുന്നവർക്ക് മുൻഗണന നൽകുകയും ഗതാഗത നിയമങ്ങൾ പാലിച്ച് വണ്ടി ഓടിക്കാൻ താൽപ്പര്യപ്പെടുന്നവരാണ് സിംഗപ്പൂർ നിവാസികൾ. അവർ ഡ്രൈവിങ്ങിൽ ഹോൺ മുഴക്കാറില്ല. എൻ്റെ 4 ദിവസത്തെ യാത്രയിൽ ഒരിടത്ത് പോലും ആരെങ്കിലും ഹോൺ അടിച്ചതായി ഞാൻ കേട്ടിട്ടില്ല. ഒരു സിംഗപ്പൂർ ഡോളറിൻ്റെ വില ഏകദേശം 60 ഇന്ത്യൻ രൂപയാണ്. പേയ്മെൻറ്റിനായി ചില സ്ഥലങ്ങളിൽ GPay അക്സെപ്റ്റ് ചെയ്യുന്നതാണെന്ന് മാർക്ക് കണ്ടിരുന്നു. പക്ഷേ എൻ്റെ കൈവശം ക്യാഷ് കൺവേർട്ട് ചെയ്ത് സിംഗപ്പൂർ ഡോളറാക്കി എടുത്തത് ഉണ്ടായിരുന്നതിനാൽ ഞാനത് ട്രൈ ചെയ്തില്ല. മണി എക്സ്ചേഞ്ച് എയർപോർട്ടിൽ മാത്രമല്ല, കൂടുതൽ ആളുകൾ താമസിക്കുന്ന എല്ലാ വലിയ ഹോട്ടലുകളുടെയും പരിസരങ്ങളിലെല്ലാം തന്നെ ഉണ്ടാകും. സിംഗപ്പൂരിൽ ടാക്സികൾ വരെ ഇലക്ട്രിക്കായി തുടങ്ങിയിട്ടുണ്ട്. സിംഗപ്പൂരിൽ ചൈനീസ് ഭക്ഷണശാലകൾ സുലഭമാണ്. അവിടെ പലതരം നൂഡിൽസ്, ചിക്കൻ വിഭവങ്ങൾ, പിന്നെ നമുക്കറിയാൻ പാടില്ലാത്ത പലതരം ഭക്ഷണങ്ങളും ഉണ്ടാവും. പ്രധാന സ്ഥലങ്ങളിലെല്ലാം ഇന്ത്യൻ ഫുഡ് കിട്ടുന്ന റെസ്റ്റോറൻറ്റുകളുണ്ടാകും.
ഇതൊക്കെയാണ് സിംഗപ്പൂർ യാത്രയ്ക്ക് അത്യാവശ്യം അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ. ഞാൻ വിട്ടുപോയതോ നിങ്ങൾക്ക് അറിയേണ്ടതോ ആയ കൂടുതൽ കാര്യങ്ങൾ കമൻറ്റിൽ ചോദിച്ചാൽ അറിയാവുന്നതുപോലെ മറുപടി നൽകാവുന്നതാണ്. അപ്പോൾ അടുത്ത എപ്പിസോഡുകളിൽ സിംഗപ്പൂരിൽ ഞാൻ കണ്ട കാഴ്ചകൾ കാണിക്കാം. അത് വിട്ടുപോകാതെ കാണാനായി എല്ലാവരും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുക.